നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. പത്രം, പാൽ, ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും പൊതുഗതാഗതം നിലച്ചത് ജനജീവിതം സ്തംഭിപ്പിച്ചു. ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയില്ല. KSRTES CITU പണിമുടക്കുന്നതിനാൽ KSRTC ബസ് സർവീസിനെ ബാധിച്ചു. ദീർഘദൂര ബസ്സുകൾ ബുധനാഴ്ച രാത്രി തന്നെ സർവീസ് അവസാനിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങുന്നില്ല. ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. പണിമുടക്കിന്റെ ഭാഗമായി സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായില്ല. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് COA എന്ന് ET ടൈസൺ MLA. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിൽ സംഘടന നേരിടുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അതിനായി നിയമസഭയിലടക്കം ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ശക്തി ഈ പണത്തിൻ്റെ ഇതിൽ മാത്രമല്ല, നമ്മൾ നടത്തുന്ന സേവനവും അതിൽ വളരെ പ്രധാനമാണ്. നമ്മൾ മത്സരിക്കുന്ന ചെറിയ ആളുകളോടല്ലല്ലോ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ അങ്ങനെ ഒരു പ്രാധാന്യം ആദ്യം കാണുമെന്ന് സംശയമാണ്. പക്ഷെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം, അതിൻ്റെ ആക്കം, അതിൻ്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സംഘം മാറുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകതയാണ്. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. COAയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സദാ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഞ്ജുരാജ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ പ്രതിഭാ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച വാർത്താ അവതരണത്തിന് കുന്നംകുളം CCTVയിലെ ന്യൂസ് എഡിറ്റർ രമ്യ S. നായരും, മികച്ച പ്രോഗ്രാമിന് കുന്നംകുളം CCTVയുടെ തൊടിയിലെ ചെടി എന്ന പരിപാടിയിലൂടെ KC ജോസും, മികച്ച റിപ്പോർട്ടർ ക്യാമറാമാൻ പുരസ്കാരത്തിന് പെൺപാവക്കൂത്ത് എന്ന റിപ്പോർട്ടിലൂടെ അർഹനായ ചേലക്കര CCVയുടെ വിബിക്സും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സംഘടനയിലെ അംഗങ്ങളായ തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗോപാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൗൺസിലർ ഷാജു കുണ്ടോളി, COA മേഖലാ പ്രസിഡന്റ് കൂടിയായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PK വിജയൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ എന്നിവരെ ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ കരുത്ത് തെളിയിച്ച് വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ സമ്മേളന ഗ്രൗണ്ടിലെത്തി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. മികച്ച വാർത്താ അവതരണം രമ്യ സനിൽ, കുന്നംകുളം CCTV. മികച്ച പ്രോഗ്രാം KC ജോസ്, തൊടിയിലെ ചെടികൾ, കുന്നംകുളം CCTV. CCTV ന്യൂസ് എഡിറ്റർ രമ്യ S. നായരാണ് മികച്ച അവതാരക. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധയാകർഷിച്ച ഒട്ടേറെ പ്രോഗ്രാമുകളുടെ അവതാരകയും കൂടിയാണ് രമ്യ. പ്രസന്നമായ ഭാവവും മാതൃഭാഷയിലൂന്നിയുള്ള അവതരണവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ജില്ലാ വ്യാപകമായുള്ള TCV ചാനലിലെയും വാർത്താ അവതാരകയായ രമ്യയെ തേടി മുമ്പും നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്.
CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തെരഞ്ഞെടുത്തു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം ഡയറക്ടർ. വീട്ടുപറമ്പിലെ ഔഷധ ചെടികൾ കണ്ടെത്തി അതിന്റെ ഗുണവും ഉപയോഗരീതിയും പ്രേക്ഷകരിലെത്തിക്കുന്ന പ്രോഗ്രാം 367 എപ്പിസോഡുകൾ പിന്നിട്ടു. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണനും സഹപ്രവർത്തകരുമാണ് പ്രോഗ്രാം അവതാരകർ. ആരോഗ്യ അറിവുകൾ പകർന്നു നൽകുന്ന തൊടിയിലെ ചെടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ വരികളും നമിത നന്ദകുമാറിന്റെ ആലാപനവും ചേർന്ന പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ഗാനവും ജനശ്രദ്ധ നേടിയിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, എഡിറ്റിംഗ് ഷിജീഷ്, ക്യാമറ ഗിസ്റ്റോ ജോസ് എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു. തൃപ്രയാറിൽ നടന്ന COA തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്ററിൽ നിന്നും ഇരുവരും ഫലകവും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. ഗുരുവായൂരിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ വലഞ്ഞു. ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 18 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 500ഓളം കുരുന്നുകൾക്ക് ചോറൂൺ നൽകി. ക്ഷേത്രനടയിലെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാതിരുന്നതിനാൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ഭക്തർ നട്ടം തിരിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രസാദഊട്ടാണ് ഭക്തർക്ക് അനുഗ്രഹമായത്. ആയിരങ്ങളാണ് പ്രസാദഊട്ടിൽ പങ്കെടുത്തത്. KSRTC ഭാഗികമായാണ് സർവീസ് നടത്തിയത്. ദൂരദിക്കുകളിൽ നിന്നുള്ള ഭക്തർക്ക് ട്രെയിൻ സർവീസാണ് ആശ്രയമായത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങി. എരുമപ്പെട്ടി മങ്ങാട് ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് തേനീച്ച കുത്തേറ്റു. വടക്കുമുറി ചോല കോറിക്കടുത്ത് താമസിക്കുന്ന മുത്താട്ടുപറമ്പിൽ കുട്ടൻ മക്കളായ ഭിന്നശേഷിക്കാരൻ ഹരിദാസൻ, പ്രിൻസി, ബിജു എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:15ഓടെയാണ് സംഭവം. സമീപത്തുള്ള ചോല കോറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നുവന്ന് കുത്തുകയായിരുന്നു. മുച്ചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്ന ഭിന്നശേഷിക്കാരനായ ഹരിദാസന് തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഹരിദാസനെ രക്ഷപ്പെടുത്താനെത്തിയ കുടുംബാംഗങ്ങൾക്കും കുത്തേൽക്കുകയായിരുന്നു. ഹരിദാസന് സാരമായി പരിക്കുണ്ട്. തേനീച്ചക്കൂട് പക്ഷികൾ കൊത്തിയ ഇളക്കിയതാകാമെന്ന് പരിസരവാസികൾ പറയുന്നു. പരിക്കേറ്റ 4 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലത്തൊരു 9:30-10 മണി ഉണ്ടാവും. ആ സമയത്ത് പരുന്തുകൾ പുറത്താന്നു. ആ പരുന്ത് പോയിട്ട് അവിടെ ആ കൂടുമ്പോൾ കുത്തി തോന്നുന്നത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അവിടെ ഇവർ തൊട്ടപ്പുറത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വെക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ എല്ലാവരും പുറത്തായിരുന്നു. അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ്. അവന് ഇലക്ട്രോണിക്സ് വീൽ ചെയറിലിരിക്കണമെന്ന്. പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണ് ഒന്ന് കുത്തു കിട്ടിയത്. പിന്നെ അവന് എല്ലാവരും ഓടിയപ്പോൾ ഇവന് ഓടാൻ പറ്റുന്നില്ല. പിന്നെ ഇവൻ്റെ മേത്തേക്കായി ഇവൻ ഈ ഇലക്ട്രോണിക് ചെയർ ഈ വഴി കണ്ട അത്രയും മോശം വഴി കൂടെ ആ ഇലക്ട്രോണിക് ചെയർ ഓടിച്ചിട്ട് അവൻ റൂട്ടിലൂടെ പോവുക ചെയ്തത്. അങ്ങനെ അവൻ്റെ പിന്നാലെ വന്ന് കുറേ കുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ രക്ഷിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടി. മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ പാതയായ താമരപ്പള്ളി ചൊവ്വലൂർപ്പടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ തൈക്കാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നിലവിളക്ക് കൊളുത്തി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൗൺസിലർ റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ ചെലവഴിച്ച് BMNBC നിലവാരത്തിലാണ് 6.7 കിലോമീറ്റർ റോഡ് ടാർ ചെയ്തത്. നിറഞ്ഞ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്
തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് കുന്നംകുളത്ത് പൂർണ്ണം. കടകമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നതോടെ നഗരത്തിൽ ഹർത്താലിന് സമാനമായ അന്തരീക്ഷമായിരുന്നു. അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഭാഗികമായി നിരത്തിലിറങ്ങിയെങ്കിലും പൊതുഗതാഗതത്തെ പണിമുടക്ക് കാര്യമായി ബാധിച്ചു. രാവിലെ 10 മണിയോടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലും RMPയുടെ നേതൃത്വത്തിലും നഗരത്തിൽ റാലികൾ സംഘടിപ്പിച്ചു. വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടന റാലി നഗരകേന്ദ്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. NLC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ EN ദിനമണി അധ്യക്ഷനായി. CITU ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CITU നേതാക്കളായ KA അസീസ്, PM സുരേഷ്, സുഗു ഇട്ടിയച്ചൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. മുല്ലത്തറയിൽ നിന്നാരംഭിച്ച പ്രകടനം ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. AITUC സെക്രട്ടറി സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSKTU നേതാവും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ AH അക്ബർ, CITU ഏരിയ പ്രസിഡന്റ് KM അലി, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, CPIM ലോക്കൽ സെക്രട്ടറി PS അശോകൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ബസ്, ഓട്ടോ, ടാക്സി ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്നാരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ PT ദേവസി, KCEU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, PC അബാൽമണി, KT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TK ശിവൻ, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, സുമന സുഗതൻ, വിധുബാല, ശിവൻ മങ്ങാട്, AL ജോണി, ബൈജു മങ്ങാട്, ജാനകി ദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ രാജ്യത്ത് കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമായി മാറിയെന്ന് FIT സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MH മുഹമ്മദ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി FITU ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡുകളും തൊഴിലുറപ്പ് ഭേദഗതിയും ഇന്ത്യ-US വ്യാപാര കരാറുമെല്ലാം അതിനുദാഹരണമാണെന്നും MH മുഹമ്മദ് പറഞ്ഞു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ മുഖ്യപ്രഭാഷണം നടത്തി. RNTU ജില്ലാ പ്രസിഡന്റ് PJ മോൻസി, SDTU ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് പുത്തൻചിറ, KAVP സംസ്ഥാന കൺവീനർ TK മുകുന്ദൻ, വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൾ അസീസ്, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി CM അബ്ദുൾ അസീസ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം KK പ്രസന്നകുമാരി മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അധ്യക്ഷനായി. PA ഷൈൻ, BR സന്തോഷ്, CK രമേശ്, KS പ്രമോദ്, TS സജു, NB ജയ, CF രാജൻ, KK മനോജ്, TD സുനിൽ, ശ്രീവിത ഷാജി എന്നിവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം നേതൃത്വം നൽകി. സെക്രട്ടറി അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, രക്ഷാധികാരി സിജോ MP, പൂൾ ലീഡർ CV ജോസ് എന്നിവർ സംസാരിച്ചു. മുഴുവൻ INTUC തൊഴിലാളികളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു.
101 നിറവിൽ ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സ്കൂൾ ന്യൂവോ 2026 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ പ്രസന്ന CMC അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ പുതിയ സംരംഭമായ HCC മാലയുടെ അനാവരണവും സിസ്റ്റർ പ്രസന്ന നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അൻസ് ജോസ് CMC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് ട്രെയിനർ പ്രവീൺ ചിറയത്ത് മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുരുന്നുകളെ വാർഡ് കൗൺസിലർ ജിഷ ബേബി മെഡൽ നൽകി അനുമോദിച്ചു. കലാകായിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനം ലോക്കൽ മാനേജർ സിസ്റ്റർ ബെൻസി CMC നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലിസി KP ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾ നടന്നു. 4 ദിവസങ്ങളിലായി നടത്തിയ പരിഹാര ക്രിയകളുടെ ഭാഗമായി സുദർശന ഹോമം, നരസിംഹ ഹോമം, അഘോര ഹോമം, ഗണപതി ഹോമം, തിലഹോമം, സുഹൃത ഹോമം, സായുജ്യ പൂജ, വിഷ്ണു സഹസ്രനാമജപം, ലളിതാ സഹസ്രനാമജപം തുടങ്ങിയവ ഉണ്ടായി. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ പരിഹാര ക്രിയകൾക്ക് കാർമ്മികരായി. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ പുസ്തക സമാഹരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പുന്നയൂർകുളം കമല സുരയ്യ സ്മാരക മന്ദിരത്തിൽ വെച്ച് പഞ്ചായത്ത് തല പുസ്തക സമാഹരണ പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു പുസ്തകം കൈമാറിക്കൊണ്ട് നിർവഹിക്കും. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചെറുകഥാകൃത്ത് റഫീഖ് പട്ടേരി, കവയത്രി ഷീബ ദിനേശ് എന്നിവർ മുഖ്യാതിഥികളാകും. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലുമുള്ള വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ സാമൂഹ്യ പഠന മുറികളിലേക്കുള്ള പുസ്തക സമാഹരണ പദ്ധതിയാണ് അക്ഷരോന്നതി. ചരമം ആർത്താറ്റ് കിഴക്കുമുറി ചരണിപ്പറമ്പിൽ താമസിക്കുന്ന പട്ട്യാമ്പുള്ളി ഷാജിയുടെ മകൻ വിനായകൻ ആലുവയിൽ വെച്ച് നിര്യാതനായി. 23 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടത്തും. ശ്രീരഞ്ജിനി മാതാവും ശ്രീലക്ഷ്മി സഹോദരിയുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.